ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലെത്തി കേട്ടോ, പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത് നമുക്കൊരു അബദ്ധം പറ്റും കേട്ടോ. നമ്മൾ ഫസ്റ്റ് റൂം എടുത്ത് ഫ്രഷപ്പായിട്ട് നമ്മൾ നേരെ ജുമാ മസ്ജിദിൽ പോയി. അവിടെ നിന്ന് കുറച്ചിങ്ങനെ കറങ്ങി നമ്മൾ ചോർ ബസാറിൽ കയറി ഒരുപാട് സാധനങ്ങൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ എന്തായാലും. അപ്പോൾ ചോർ ബസാറിൽ പോയിട്ട് ഒരുപാട് സാധനമൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്നൊരു ഉച്ച കഴിഞ്ഞൊരു 3:30 നമ്മൾ 11-12 മണിയായപ്പോഴാണ് തോന്നിട്ടോ കയറിയത്. 12 മണിക്ക് മുന്നേ കയറി. പിന്നെ നമ്മൾ 3:30 അവിടെ നിന്ന് ഇറങ്ങുന്നത്. 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സരോജിനി മാർക്കറ്റിൽ എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഡൽഹി വരെ വന്നിട്ട് പിന്നെ 2 സ്ഥലത്ത് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ സരോജിനി മാർക്കറ്റ് ഗൈസ് എന്ത് പറയാൻ, അവർ നമ്മളെ പുറകെ നടന്നത് ഇങ്ങനെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിങ്ങനെ പ്രസ് ചെയ്യും, വാങ്ങിക്ക് ഇത്ര റുപ്പി. നമ്മൾ അതിപ്പോൾ ഒരു 200-നാണെങ്കിൽ അവർ ലാസ്റ്റ് 50 പറയും എന്തായാലും. അത്രയ്ക്ക് അവർ തരും. കാരണം അവർ നമ്മളെ പുറകിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ വാങ്ങിയ ഐറ്റം തന്നെ ആയിരിക്കും, പക്ഷെ അവരത് പ്രസ് ചെയ്യും, ഇത്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സരോജിനി മാർക്കറ്റ് ഭയങ്കര തിരക്കാണ് കേട്ടോ. നമുക്ക് നിൽക്കാൻ പറ്റൂല, നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. പക്ഷെ ചോർ ബസാറിൽ അത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ ആരും അടിച്ചേൽപ്പിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ സരോജിനി മാർക്കറ്റ് അൺസഹിക്കബിളായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും ഊബറിനൊന്നും പോയില്ല, മെട്രോയിലാട്ടോ പോയത്. അപ്പോഴാണ് നമുക്ക് അബദ്ധം പറ്റുക. നമ്മളിവിടെ നിന്ന് നേരെ സരോജിനി മാർക്കറ്റിൽ മെട്രോയിൽ പോയി തിരിച്ച് നമ്മൾ മെട്രോയിൽ വന്നു. പക്ഷെ നമ്മൾ എടുത്ത റൂമോ ഒന്നിൻ്റെ പേര് നമുക്കറിയില്ല. അത് നമുക്ക് പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ. നമ്മളെടുത്ത ഹോട്ടലിൻ്റെ പേര് നമുക്കറിയില്ല. നമ്മളതൊന്നും നോക്കാണ്ടാണ് ഇറങ്ങിപ്പോയതും പർച്ചേസ് ചെയ്തതും ഇല്ല. നമ്മളെ ഓരോ ID കാർഡ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ റൂമിലുള്ള കീ നമ്മളിലുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. അതായിരുന്നു അവസ്ഥ. ഹോട്ടലിൻ്റെ പേരറിയെങ്കിൽ ലൊക്കേഷൻ വെച്ചെങ്കിൽ ഊബറിൽ വരായിരുന്നു. പക്ഷെ അതിന് പോലും പറ്റുന്നില്ല. ഫോണിൽ നെറ്റില്ല, റേഞ്ച് കിട്ടുന്നില്ല. പിന്നെ ചാർജ് തീരാനായി. ഫുള്ള് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ചാർജ് ഓട്ടോമാറ്റിക്കലി തീരും. അപ്പോൾ ഭയങ്കര സീനായിരുന്നു. എനിക്കിത് ഇപ്പം നമുക്കൊരു അബദ്ധം പറ്റി, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ പറ്റരുത്. കാരണം നിങ്ങളെന്തായാലും അത് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു ഹോട്ടലിൽ പോകുന്ന നേരം പുതിയതായിട്ട് വരുന്നൊരു സ്ഥലമല്ലേ, എപ്പോഴും നമ്മൾ ഹോട്ടലിൻ്റെ പേരും എല്ലാം നോക്കണം എന്തായാലും. കാരണം എന്തായാലും ഒന്നും നടക്കത്തില്ല. പക്ഷെ നമ്മൾ ഡൽഹിയിൽ വന്ന് ഇറങ്ങി, നമ്മൾ ട്രെയിനിൽ ഇറങ്ങിയത് മാത്രം നമുക്ക് അറിയൂ. നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് വന്ന് ഇറങ്ങിയതെന്നോ അതൊന്നും നമുക്കറിയില്ല. അപ്പം ഇറങ്ങി നമ്മളൊരു ഐ തിങ്ക് ഒരു റൈറ്റ് സൈഡിലും ആയിട്ടാണ് തോന്നുന്നു നമ്മൾ എടുത്തത്. നമ്മൾ അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ടുള്ള ഭാഗത്താണ്, ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ നമ്മൾ റൂം എടുത്തത്. അപ്പോൾ ഏത് ഭാഗത്താണ് എങ്ങോട്ട് പോയാലും നമ്മൾ റൂം എത്തുക ഒന്നും നമുക്കറിയില്ല. കാരണം അത്രയും നമ്മളങ്ങ് ടെൻഷനായിപ്പോയി. കാരണം 18 പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഏതാ എക്സിറ്റ് എനിക്ക് തോന്നുന്നത് 1-ലും പിന്നെ ഏതോ ഒരെണ്ണത്തിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഏതിലാണ് നമ്മൾ ഇറങ്ങിയതെന്നോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല. കാരണം നമുക്ക് മനസ്സിലാവണ്ടേ എവിടെ ഇറങ്ങിയെന്നൊന്നും. എങ്ങനെയൊക്കെയോ ആണ് ലാസ്റ്റ് നമ്മൾ എക്സിറ്റ് എവിടെയാണെന്ന് അറിയായിരുന്നെങ്കിൽ നമുക്ക് നേരെ നമുക്ക് നടന്ന് നമ്മളെ റൂം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എക്സിറ്റ് എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ ഇവിടെ ചില ആൾക്കാർ നല്ലതാട്ടോ, പക്ഷെ ചില ആൾക്കാർ ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുക. അങ്ങനെ കുറച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അവരുടെ പുള്ളിയുടെ ഫോൺ നമ്പറോ അതൊന്നും. അവസാനം നമ്മൾ എന്താക്കി, നമ്മൾ ഇറങ്ങി ഒരു എക്സിറ്റ് ഇറങ്ങി, ഇപ്പുറത്തെ എക്സിറ്റിൽ കൂടെ ആയിരുന്നു പോവേണ്ട ശരിക്കും. അവസാനം ചൊറയായിപ്പോയി ഗൈസ്. കാരണം നമുക്ക് പ്രാന്ത് പിടിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും ഇത്രയും സാധനം വാങ്ങിച്ചിട്ട് എങ്ങനെ റൂമിൽ എത്തിയാൽ മതി എന്നല്ലേ തോന്നും. അത് ഭയങ്കരമായിട്ട് ഇവിടെ ഡൽഹി വന്നിട്ട് ഇഷ്യൂ ഉണ്ടായത് അതാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് അതായി. കാരണം റൂമിൻ്റെ പേരറിയത്തില്ല. നമുക്ക് എക്സിറ്റ് എവിടെയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ കറക്റ്റ് സ്ഥലത്ത് എത്തായിരുന്നു. പക്ഷേ എക്സിറ്റ് പോലും അറിയത്തില്ല. അതെങ്ങനെയെങ്കിലും തപ്പിയെടുത്ത് ലാസ്റ്റ് എങ്ങനെയൊക്കെ നമ്മൾ റൂമിലെത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് നമ്മളെ റൂമിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ടെമ്പിൾ നമ്മൾ ഒരാളെ കാണിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞ് ഇത് ടെമ്പിൾ, ആ പേര് പറയാം. അപ്പം നമുക്കറിയില്ലല്ലോ, നമുക്ക് ആ ടൈമിൽ എങ്ങനെ നമ്മളെ റൂം കിട്ടിയാൽ മതി. എന്നിട്ട് പുള്ളി ഇങ്ങനെ വൈക്കുറഞ്ഞിന് പുള്ളി പറഞ്ഞ ഇത് ഒരുപാട് ടെമ്പിൾസൊക്കെ ഉണ്ട്, നിങ്ങൾ മാത്രം ഉദ്ദേശിക്കണമെന്ന് പറയും. അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞു. പക്ഷേ ദേഷ്യത്തിൽ പറയുമ്പോഴും നമ്മളൊരു കാര്യമായിട്ട് സ്നേഹത്തിലോ അല്ലെങ്കിൽ ഒരു മര്യാദയ്ക്ക് പറയുമ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമില്ലേ. ഡൽഹിയിൽ എല്ലാവരും നല്ലതെന്നല്ല കേട്ടോ, എല്ലാവരും ചീത്തയെന്നല്ല കേട്ടോ, എല്ലാവരും നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു റൂമിൻ്റെ. ഇപ്പോൾ ഇവിടെയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ ആ ആൾക്കാരുടെ ഫേസ് ആണെന്നേരം. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴാണ് ഒരു പുള്ളി പറഞ്ഞത് എക്സിറ്റ് വരുന്നത് കുറച്ച് ദൂരമുണ്ട്, ഒരു റെഡ് സിഗ്നൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിഗ്നലിൻ്റെ അടുത്ത് 3 എക്സിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പോൾ നമ്മൾ ഇറങ്ങിയത് ഏത് എക്സിറ്റാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഇന്ന് മോർണിംഗ് ഒന്ന് ഇറങ്ങിയ എക്സിറ്റ് ഒരു 500 മീറ്റർ അപ്പുറത്താട്ടോ. അപ്പോൾ ആ എക്സിറ്റിൻ്റെ സ്ട്രെയിറ്റ് നടക്കുമ്പോഴാണ് ഒരു ബ്രിഡ്ജ് ഉണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടായിരുന്നു നമ്മളെ റൂം. ആ റൂം നിങ്ങൾക്ക് പിന്നീട് അടുത്ത വീഡിയോയിൽ ക്ലിപ്പ് ഇടാൻ എന്തായാലും. റൂം നിങ്ങൾ കാണണം കേട്ടോ, കാരണം അത്രയും നല്ല റൂം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ അങ്ങനെ ആ ഫേസ് പുള്ളിക്ക് മനസ്സിലായി, പുള്ളിയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ നല്ല മനുഷ്യരും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ലാസ്റ്റ് നമ്മളെ റൂമിലെത്തി, എങ്ങനെയോ എത്തി, എനിക്കത്രേ അറിയൂ. കാരണം കാലെല്ലാം ഭയങ്കര വേദനയായിരുന്നു. നമുക്ക് മോർണിംഗ് തൊട്ട് ഇങ്ങനെ നിൽക്കല്ലേ, നിൽക്കുന്ന ആൾക്കാരുടെ ഇല്ല അവസ്ഥ, ഇങ്ങനെ പണിയെടുത്തിട്ട് നിൽക്കുന്നവരെ എനിക്ക് തീരെ കഴിയൂല കേട്ടോ. കാരണം കാല് ഭയങ്കര വേദനയായിരുന്നു, കാലിങ്ങനെ എന്തൊക്കെയോ പോലെ ആയിപ്പോയി, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് എന്നെപ്പോലൊരു അബദ്ധം നിങ്ങൾക്ക് ഒരിക്കലും പറ്റരുത്. ഒരു റൂം എടുക്കുമ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം, അഡ്രസ്സ് എല്ലാം ഒന്ന് ചോദിച്ചു വെക്കണം, അല്ലെങ്കിൽ ആ പുള്ളിയുടെ നമ്പർ ചോദിച്ചു വെക്കണം. കാരണം അവസാനം പെട്ടുപോകും. നമുക്ക് ലൊക്കേഷൻ അറിയത്തില്ല, ഹോട്ടലിൻ്റെ പേരറിയത്തില്ല, ഫോണിൽ നെറ്റ് റേഞ്ച് ഇഷ്യൂ ആണ് ഇവിടെ കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലെല്ലാം റേഞ്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സരോജിനി മാർക്കറ്റിൽ പോകുന്നവരുണ്ടെങ്കിൽ ഡൽഹിയിൽ വന്നിട്ട് മെട്രോയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് ഇടങ്ങാറൊന്നുമില്ല, പക്ഷേ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇടങ്ങാറായിരിക്കും. കാരണം 2 മെട്രോ കയറി ഇറങ്ങേണ്ടതായിരിക്കണം, 2 മെട്രോ കയറി ഇറങ്ങണം നമ്മൾ. അപ്പോൾ അത് ഇടങ്ങാറാണ് കേട്ടോ. പക്ഷേ ചോർ ബസാർ അങ്ങനെയല്ല കേട്ടോ, അത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇവിടെ നിന്ന് ടാക്സിയോ അല്ലെങ്കിൽ ഊബറോ പിടിച്ച് പോകാവുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർ എന്തായാലും സൂക്ഷിച്ചും കണ്ടും വരിക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. നമുക്കൊരു അബദ്ധം പറ്റിക്ക് ഇനി ഒരാൾക്കും പറ്റരുത്. ഓക്കെ, സേഫായിട്ട് പോവുക.